ഒരു വേനൽക്കാലമായിരുന്നു അത്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് അധിക നാളായിരുന്നില്ല. അപ്പോഴാണ് ആ സംഭവം ഉണ്ടായത്. ഹോംസിനെ ബേക്കർ സ്ട്രീറ്റിലെ മുറികളിൽ ഉപേക്ഷിച്ച് ഞാൻ സിവിൽ പ്രാക്ടീസിലേക്ക് മടങ്ങി. എങ്കിലും തുടർച്ചയായി ഞാൻ അദ്ദേഹത്തെ സന്ദർശിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം രാവിലെ 7 മണിക്ക് അല്പം മുമ്പ് വേലക്കാരി വാതിൽക്കൽ മുട്ടുന്നത് കേട്ട് ഞാൻ ഉണർന്നു. പാഡിംഗ്ടണിൽ നിന്ന് 2 ആളുകൾ വന്നിരിക്കുന്നുവെന്നും അവർ പരിശോധനാ മുറിയിൽ ഇരിക്കുന്നുവെന്നും അറിയിക്കാനാണ് അവൾ വന്നത്. ഞാൻ വേഗം തന്നെ വേഷം ധരിച്ച് താഴത്തെ നിലയിലേക്ക് ചെന്നു. ഞാൻ ഇറങ്ങി ചെന്നയുടൻ എൻ്റെ പഴയ ചങ്ങാതി മുറിയിൽ നിന്നും പുറത്ത് വന്നിട്ട് വാതിൽ ശക്തിയായി പിന്നിൽ നിന്ന് അടച്ചു. ഞാൻ അയാളെ ഇവിടെ കൊണ്ടുവന്നു. അയാൾ പിറുപിറുത്തു. ഇതൊരു പുതിയ രോഗിയാണ്, അയാൾ മന്ത്രിച്ചു. ഞാൻ തന്നെ അയാളെ കൊണ്ടുവരാമെന്ന് വെച്ചു. അപ്പോഴാണ് അയാൾ വഴുതി പോവില്ലല്ലോ, ദാ ഇവിടെ അയാളുണ്ട് സുരക്ഷിതനായി. എനിക്കപ്പോൾ പോകണം ഡോക്ടർ. ഇത്രയും പറഞ്ഞ് വലിഞ്ഞു കയറി വന്ന ആ വിശ്വസ്തൻ സ്ഥലം വിട്ടു. ഞാൻ പരിശോധനാ മുറിയിലേക്ക് കടന്നു ചെന്നു. അവിടെ മേശയ്ക്കരികിൽ ഒരു മാന്യൻ ഇരിക്കുന്നത് കണ്ടു. മാന്യമായി വസ്ത്രധാരണം ധരിച്ചിരുന്ന അയാൾ പരുക്കൻ സൂട്ടിട്ടിരുന്നു. ഒരു കൈക്ക് ചുറ്റും അയാൾ കൈലേസ് ചുറ്റിയിരുന്നു. അതിലാകെ പുള്ളികൾ വീണിരുന്നു. അയാൾക്ക് ചെറുപ്പമായിരുന്നു, 25-ലേറെ വരില്ല. പൗരുഷം തുളുമ്പുന്ന മുഖം, പക്ഷേ ആകെ വിളറിയിരുന്നു. ഇത്ര രാവിലെ അങ്ങേ വിളിച്ചതിൽ കുണ്ഠിതമുണ്ട്, അയാൾ പറഞ്ഞു. പക്ഷേ എനിക്കൊരാപത്ത് കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായി. ഞാൻ രാവിലത്തെ തീവണ്ടിക്ക് വന്നു, പാഡിംഗ്ടണിലെത്തി. നല്ലൊരു ഡോക്ടറെ എവിടെ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ നല്ലവനായ ഒരാൾ എന്നെ ഇവിടെ വരെ അനുഗമിച്ചു. വിക്ടർ ഹാദർലി, ഹൈഡ്രോളിക് എഞ്ചിനീയർ, 60 വിക്ടോറിയ സ്ട്രീറ്റ്, 3-ാം നില. അതായിരുന്നു എൻ്റെ പ്രഭാത സന്ദർശകന്റെ പേരും ഉദ്യോഗവും താമസ സ്ഥലവും. നിങ്ങൾ കാത്തിരിക്കാൻ ഇടയായതിൽ ഖേദിക്കുന്നു, ഞാൻ പറഞ്ഞു. മേശപ്പുറത്തിരുന്ന കുപ്പിയിൽ നിന്നും ഞാൻ കുറെ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഏയ്, ഇത് കുടിക്കൂ. വെള്ളത്തിലേക്ക് അല്പം ബ്രാൻഡി ഒഴിച്ചു. അയാളുടെ മുഖത്തെ വിളർച്ച മാറാൻ തുടങ്ങി. അത് നന്നായി, അയാൾ പറഞ്ഞു. പിന്നെ ഡോക്ടർ, നിങ്ങൾ എൻ്റെ തള്ളവിരലൊന്ന് ദയവായി ശ്രദ്ധിക്കൂ, അല്ലെങ്കിൽ എൻ്റെ തള്ളവിരലിരുന്ന ആ സ്ഥാനം. അയാൾ കൈലേസ് അഴിച്ചു. എന്നിട്ട് കൈ പുറത്തെടുത്തു. എൻ്റെ ദൃഢമനസ്സ് പോലും അത് കണ്ടിട്ട് വിറച്ചുപോയി. അവിടെ തള്ളി നിൽക്കുന്ന 4 വിരലുകൾ ഉണ്ടായിരുന്നു. തള്ളവിരൽ കക്ഷണിച്ച് പോകുകയോ ചുവട്ടിൽ നിന്ന് തന്നെ മുറിച്ചു നീക്കുകയോ ചെയ്തിരുന്നു. ദൈവമേ, ഞാൻ നിലവിളിച്ചു. ഇതൊരു ഭയങ്കര മുറിവാണ്. ഇതിൽ നിന്ന് ധാരാളം രക്തം പോയിരിക്കുമല്ലോ. ഉവ്, കുറെ പോയി. അപ്പോൾ ഞാൻ ബോധം കെട്ടു. കുറേയേറെ നേരത്തേക്ക് എനിക്ക് ബോധമില്ലായിരുന്നെന്ന് തോന്നുന്നു. ബോധം തെളിഞ്ഞപ്പോൾ കൈലേസിന്റെ ഒരറ്റം കൊണ്ട് ഞാൻ ചുറ്റിക്കെട്ടി. ഇതൊരു വലിയ കനവും മൂർച്ചയുമുള്ള ആയുധം കൊണ്ട് ഉണ്ടായതാണല്ലോ. മുറിവ് പരിശോധിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇറച്ചി വെട്ടുന്ന കത്തി പോലെ ഒരെണ്ണം, അയാൾ പറഞ്ഞു. ഒരു അപകടമാണെന്ന് ഞാൻ വിചാരിക്കട്ടെ? ഒരു തരത്തിലുമല്ല. എന്ത്, മാരകമായ ആക്രമണമോ? അതെ, സത്യത്തിൽ വളരെ മാരകം. ഞാൻ ആ മുറിവ് തുടച്ചു കഴുകി, ഡ്രസ്സ് ചെയ്തു. ഒടുവിൽ പഞ്ഞിയും ബാൻഡേജും കൊണ്ട് കെട്ടി. ചൂളാതെ തന്നെ അയാൾ പുറഞ്ചാരി കിടന്നു. എങ്ങനെ ഇരിക്കുന്നു ഇപ്പോൾ? ആ ജോലി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു. ഇപ്പോൾ ക്ഷീണമില്ല. എനിക്കെൻ്റെ കഥ പോലീസിനോട് പറയേണ്ടി വരും, പക്ഷേ നമ്മൾ തമ്മിൽ പറയാമല്ലോ. എൻ്റെ ഈ മുറിവിൻ്റെ തെളിവില്ലായിരുന്നുവെങ്കിൽ എൻ്റെ പ്രസ്താവന പോലീസ് വിശ്വസിക്കാൻ മടിക്കും. അത്രമാത്രം അത് അസാധാരണമാണ്. പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രശ്നം എന്തെങ്കിലും ആണെങ്കിൽ പോലീസിനെ സമീപിക്കുന്നതിന് മുമ്പ് എൻ്റെ സുഹൃത്ത് മിസ്റ്റർ ഷെർലക് ഹോംസിനെ കാണാമെന്ന് ഞാൻ ശക്തിയായി ശുപാർശ ചെയ്യും, ഞാൻ പറഞ്ഞു. ഓ, ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, എൻ്റെ സന്ദർശകൻ പറഞ്ഞു. അദ്ദേഹം ഇക്കാര്യം ഏറ്റെടുക്കുമെങ്കിൽ വളരെ സന്തോഷമായി. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഞാൻ തന്നെ നിങ്ങളെ കൊണ്ടുപോവാം. അദ്ദേഹത്തോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിക്കാൻ പാകത്തിന് നമുക്ക് അങ്ങെത്താം. ഉവ്. എൻ്റെ കഥ പറഞ്ഞു കഴിയും വരെ എനിക്ക് സ്വസ്ഥത ലഭിക്കില്ല. ഞാൻ മുകളിലത്തെ മുറിയിലേക്ക് ഓടി. വിവരം വളരെ ചുരുക്കി ഭാര്യയോട് പറഞ്ഞു. പിന്നെ 5 മിനിറ്റിനകം ഒരു കുതിരവണ്ടിക്കുള്ളിൽ എൻ്റെ പുതിയ പരിചാരകനുമായി ബേക്കർ സ്ട്രീറ്റിലേക്ക് ഓടിപ്പോയി. ഞാൻ പ്രതീക്ഷിച്ച പോലെ ഷെർലക് ഹോംസ് പത്രം വായിച്ചിരിക്കുകയായിരുന്നു. സൗമ്യമായ രീതിയിൽ ഞങ്ങളെ സ്വീകരിച്ച ശേഷം അദ്ദേഹം പന്നിയിറച്ചിയും മുട്ടയും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് ഞങ്ങളോടൊപ്പം ഹൃദ്യമായി ആഹാരം കഴിച്ചു. അത് കഴിഞ്ഞ് പുതിയ അതിഥിയെ സോഫയിലിരുത്തി അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് പറയാവുന്നിടത്തോളം ഞങ്ങളോട് പറയൂ, ക്ഷീണിക്കുമ്പോൾ നിർത്തിക്കോളൂ.
നന്ദി, എൻ്റെ രോഗി പറഞ്ഞു. പക്ഷെ ഡോക്ടർ ബാൻഡേജ് ഇട്ട ശേഷം ഞാൻ മറ്റൊരുവനാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ താങ്കളുടെ പ്രഭാത ഭക്ഷണം കൂടിയായപ്പോൾ അസുഖം മുഴുവൻ ഭേദമായി. അതിനാൽ എൻ്റെ പ്രത്യേക അനുഭവം ഞാൻ ഉടനെ തുടങ്ങാം. ഹോംസ് അദ്ദേഹത്തിൻ്റെ വലിയ കൈക്കസാലയിൽ ഇരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ എതിരെയും. എന്നിട്ട് നിശബ്ദരായി ഞങ്ങളുടെ സന്ദർശനം വിവരിച്ച കഥ കേട്ടുകൊണ്ടിരുന്നു. ഞാനൊരു അനാഥനും അവിവാഹിതനുമാണ്. ലണ്ടനിലെ ലോഡ്ജുകളിൽ തനിയെ താമസിക്കുന്നു. ഞാനൊരു ഹൈഡ്രോളിക് എഞ്ചിനീയറാണ്. ഗ്രീനിച്ചിലെ പ്രശസ്ത കമ്പനിയായ ബെന്നർ ആൻഡ് തേസണിൽ 7 വർഷം അപ്രന്റീസായിരുന്നിട്ടുള്ള എനിക്ക് വേണ്ടത്ര പരിചയം എൻ്റെ തൊഴിലിൽ ഉണ്ടായിട്ടുണ്ട്. പിതാവിൻ്റെ മരണത്തെക്കുറിച്ച് സാമാന്യം നല്ല സമ്പത്ത് ലഭിച്ചതിനാൽ തനിയെ ബിസിനസ് ആരംഭിക്കുവാൻ ഞാൻ നിശ്ചയിച്ചു. അങ്ങനെ ജോലിക്കായി വിക്ടോറിയ സ്ട്രീറ്റിൽ മുറിയെടുത്തു. സ്വന്തമായി ബിസിനസ് തുടങ്ങുന്നവർക്കെല്ലാം ആദ്യം മടുപ്പിക്കുന്ന അനുഭവമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. 2 വർഷത്തിനിടയ്ക്ക് 3 വിദഗ്ധോപദേശം നൽകാനും 1 ജോലി ഏറ്റെടുക്കാനും കഴിഞ്ഞു. അത്രമാത്രമാണ് എൻ്റെ തൊഴിൽ നേടിത്തന്നത്. എനിക്കാകെ കിട്ടിയത് 27 പൗണ്ടും 10 ഷില്ലിങ്ങും മാത്രം. എന്തായാലും ഓഫീസ് വിട്ടാലോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കെ ഇന്നലെ എൻ്റെ ക്ലർക്ക് കടന്നു വന്ന് ഒരു മാന്യൻ ബിസിനസ് സംബന്ധമായി സംസാരിക്കാൻ ആഗ്രഹിച്ചു കാത്തു നിൽക്കുന്നുവെന്ന് പറഞ്ഞു. അയാളൊരു കാർഡും കൊണ്ടുവന്നിരുന്നു. അതിൽ കേണൽ ലിസണ്ടർ സ്റ്റാർക്ക് എന്നെഴുതിയിരുന്നു. അയാളെ പിന്തുടർന്ന് കേണൽ തന്നെ കടന്നു വന്നു. സാധാരണയിൽ കവിഞ്ഞു മെലിഞ്ഞ ഒരാളായിരുന്നു അത്. അയാളുടെ കണ്ണുകൾ തിളക്കമേറിയതും നടത്ത വേഗതയുള്ളതും പെരുമാറ്റം ആത്മവിശ്വാസാർഹമായിരുന്നു. അയാളുടെ പ്രായം 40-നോടടുക്കും. മിസ്റ്റർ ഹാദർലി, ഏതാണ്ടൊരു ജർമ്മൻ ഉച്ചാരണത്തോടെ അയാൾ പറഞ്ഞു, താങ്കളെ ജോലിയിൽ വിദഗ്ധൻ എന്ന നിലയിൽ തന്നെയല്ല, രഹസ്യം സൂക്ഷിക്കുവാൻ കഴിവുള്ളയാൾ എന്ന നിലയിലും എനിക്ക് ശുപാർശ ചെയ്തിരിക്കുകയാണ്. ഒരു ഔദ്യോഗിക ദൗത്യമായാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നാൽ അത് പൂർണ്ണമായും രഹസ്യമായിരിക്കേണ്ടത് ആവശ്യവുമാണ്. ഒരു രഹസ്യം സൂക്ഷിക്കാമെന്ന് ഞാൻ ഏറ്റാൽ ഞാൻ പറഞ്ഞു, തീർത്തും അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്കുറപ്പിക്കാം. അയാളെ തന്നെ തറപ്പിച്ചു നോക്കി. അപ്പോൾ നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുവോ? ഒടുവിൽ അയാൾ ചോദിച്ചു. ഉവ്, ഞാൻ വാക്ക് തരുന്നു. അയാൾ ചാടി എണീറ്റു. മുറയ്ക്ക് കുറുകെ പാഞ്ഞു ചെന്ന് വാതിൽ തള്ളി തുറന്നു. പുറത്താരും തന്നെ ഉണ്ടായിരുന്നില്ല. അത് ശരി, തിരിച്ചു വന്ന് അയാൾ പറഞ്ഞു, ഇന്ന് നമുക്ക് സുരക്ഷിതമായി സംസാരിക്കാം. അയാൾ കസേര എൻ്റെ അടുത്തേക്ക് വളരെ ചേർത്തിട്ടു. അവജ്ഞയും പേടിയോടടുത്ത ഒരു വികാരവും എന്നിൽ പൊന്തി വരാൻ തുടങ്ങി. നിങ്ങളുടെ കാര്യം പറയണം സാർ, ഞാൻ പറഞ്ഞു. എൻ്റെ സമയം വിലപ്പെട്ടതാണ്. ഒരു രാത്രിയിലെ ജോലിക്ക് 50 ഗിനിയാണെങ്കിൽ നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അയാൾ ചോദിച്ചു. പൂർണ്ണ സമ്മതം. ഗിയർ പോയ ഒരു ഹൈഡ്രോളിക് സ്റ്റാപ്പിംഗ് മെഷീനെ കുറിച്ച് എനിക്ക് നിങ്ങളുടെ അഭിപ്രായം വെറുതെ ഒന്നറിയണം. എന്താണ് കുഴപ്പമെന്ന് കാണിച്ചാൽ ഞങ്ങൾ തന്നെ അത് ശരിയാക്കിക്കൊള്ളാം. അങ്ങനെയൊരു ദൗത്യത്തിനെ കുറിച്ച് എന്തു പറയുന്നു? ജോലി വളരെ ലഘുവും പ്രതിഫലം വലുതുമാണെന്ന് തോന്നുന്നു. ശരിക്കും? അതെ. നിങ്ങൾ ഇന്ന് രാത്രിയിലെ ഒടുവിലത്തെ തീവണ്ടിക്ക് വരണം. എവിടേക്ക്? ഐഫോർഡിൽ. ബെർക്കിംഷെയറിലെ ഓക്സ്ഫോർഡിനടുത്തേക്കുള്ള ചെറിയ സ്ഥലമാണത്. റീഡിങ്ങിൽ നിന്ന് 7 മൈലിനുള്ളിൽ. പാഡിംഗ്ടണിൽ നിന്നും ഏതാണ്ട് 11:15 ഒരു തീവണ്ടി വന്നെത്തുന്നുണ്ട്. വളരെ നല്ലത്. ഞാനൊരു വണ്ടിയിൽ നിങ്ങളെ സ്വീകരിക്കാനെത്താം. ഐഫോർഡ് സ്റ്റേഷനിൽ നിന്നും ശരിക്കും 7 മൈലുണ്ട്. എങ്കിൽ നമുക്ക് അർദ്ധരാത്രിക്ക് മുമ്പ് അവിടെ എത്താനാവില്ല. രാത്രി ഞാൻ അവിടെ തങ്ങാൻ നിർബന്ധിതനായിരിക്കും. കുറെ കൂടി സൗകര്യപ്രദമായ സമയത്ത് എനിക്ക് വന്നുകൂടെ? നിങ്ങൾ താമസം വരുന്നതാണെന്ന് നല്ലതെന്ന് ഞങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കുണ്ടാകുന്ന ഏത് ബുദ്ധിമുട്ടിനും പരിഹാരമായിട്ടാണ് പ്രതിഫലം തരുന്നത്, ഞാൻ പറഞ്ഞു. നിങ്ങളുടെ ആഗ്രഹമനുസരിച്ച് താമസിക്കുവാൻ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. എന്നിരുന്നാലും അല്പം കൂടി വ്യക്തമായി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. പൂർണ്ണമായും. എന്നാൽ കാര്യം ഇങ്ങനെയാണ്. ഫുള്ളേഴ്സ് എർത്ത്, അലുമിനിയം സിലിക്കറ്റ് ചേർന്ന ജലമയമായ ഒരിനം കളിമണ്ണാണത്. വളരെ അമൂല്യമായ ഒന്നാണെന്നും അത് ഇംഗ്ലണ്ടിൽ 1-2 സ്ഥലത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂവെന്നും ഒരുപക്ഷെ
നിങ്ങൾക്കറിയാമായിരിക്കും. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. കുറച്ച് നാൾ മുമ്പ് ഞാനൊരു ചെറിയ സ്ഥലം വാങ്ങി. വളരെ ചെറിയൊരു സ്ഥലം, റീഡിങ്ങിൽ നിന്ന് 10 മൈലുകൾക്കുള്ളിൽ. അതിലൊന്നിൽ ഈ ഫുള്ളേഴ്സ് എർത്ത് നിക്ഷേപം ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഇടത്തും വലത്തുമുള്ള എൻ്റെ അയൽപ്പക്കക്കാരുടെ സ്ഥലത്തുള്ള നിക്ഷേപങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒന്നാണതെന്നും കണ്ടു. സ്വർണ്ണഖനി പോലെ അമൂല്യമായ ഭൂമിയാണ് തങ്ങൾ കൈവശം വച്ചിരിക്കുന്നതെന്ന് ഈ ആളുകൾക്ക് ഒട്ടും അറിവില്ലായിരുന്നു. സ്വാഭാവികമായും അവരിതിൻ്റെ യഥാർത്ഥ മൂല്യം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എനിക്കവരുടെ ഭൂമി വാങ്ങണമെന്ന് താല്പര്യമുണ്ടായി. പക്ഷേ ഇതിനുള്ള മൂലധനം എനിക്ക് ഇല്ലായിരുന്നു. എൻ്റെ ചില സുഹൃത്തുക്കളെ ഞാൻ ഈ രഹസ്യത്തിൽ ചേർത്തു. പതുക്കെ രഹസ്യമായി ഞങ്ങളുടെ ചെറിയ നിക്ഷേപത്തിൽ ജോലി തുടങ്ങണമെന്നും അങ്ങനെ കിട്ടുന്ന ധനം കൊണ്ട് അയൽക്കാരുടെ സ്ഥലങ്ങൾ വാങ്ങണമെന്നും അവർ അഭിപ്രായപ്പെട്ടു. ഇത് കുറേ നാളുകളായി ഞങ്ങൾ ചെയ്യുകയായിരുന്നു. ഞങ്ങൾ ഇതിൽ സഹായിക്കാൻ ഒരു ഹൈഡ്രോളിക് പ്രസ്സും സ്ഥാപിച്ചു. ഈ പ്രസ് തകരാറിലായി. അതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഈ കാര്യങ്ങൾ പുറത്തായാൽ ഈ വസ്തുക്കൾ കിട്ടുന്നതിനുള്ള അവസരം നഷ്ടപ്പെടും. ഞങ്ങളുടെ പദ്ധതികളും പൊളിയും. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഐഫോർഡിലേക്ക് പോവുകയാണെന്നും ഒരു മനുഷ്യജീവിയോട് ഞങ്ങൾ പറയരുതെന്ന് നിങ്ങളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ചത്. എനിക്ക് ശരിക്കും മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ 11:15 ഐഫോർഡിൽ പ്രതീക്ഷിക്കുന്നു. ഞാൻ തീർച്ചയായും അവിടെ ഉണ്ടാകും. ഒരൊറ്റ ആളോടും ഒന്നും പറയരുത്. മുറിയിൽ നിന്നും ധൃതിയിൽ അയാൾ പോയി. ഞാൻ അതേക്കുറിച്ച് ശാന്തനായിരുന്നു ചിന്തിച്ചപ്പോൾ നിങ്ങൾ രണ്ടുപേരും വിചാരിക്കുന്നത് പോലെ ആകെ അത്ഭുതപ്പെട്ടു. ഈ ജോലി മൂലം മറ്റു ചില ജോലികൾ കൂടി എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു. ഞാൻ ഹൃദയംഗമായി ആഹാരം കഴിച്ചു. പേഡിംഗ്ടണിലേക്ക് ഓടിച്ചുപോയി. എൻ്റെ നാവടയ്ക്ക് തന്നെ യാത്ര ആരംഭിച്ചു. ഐഫോർഡിലേക്കുള്ള അവസാന വണ്ടിയുടെ സമയമെത്താൻ എനിക്ക് കഴിഞ്ഞു. 11 മണി കഴിഞ്ഞതോടെ അല്പം പ്രകാശം മാത്രമുണ്ടായിരുന്ന ആ സ്റ്റേഷനിൽ ഞാൻ എത്തി. അവിടെ ഇറങ്ങാനുണ്ടായിരുന്ന ഏക യാത്രക്കാരൻ ഞാനായിരുന്നു. റാന്തലുമായി ഉറക്കം തൂങ്ങി നിൽക്കുന്ന ഒരു പോർട്ടറല്ലാതെ ആ പ്ലാറ്റ്ഫോമിൽ ഒരൊറ്റ ആൾ പോലും തന്നെ ഉണ്ടായിരുന്നില്ല. ഇരുമ്പ് ഗേറ്റ് കടന്നതോടെ രാവിലത്തെ എൻ്റെ പരിചയക്കാരൻ എതിർവശത്ത് കാത്തു നിൽക്കുന്നത് ഞാൻ കണ്ടു. ഒരൊറ്റ വാക്കും പറയാതെ അയാൾ എൻ്റെ കൈക്ക് കടന്നു പിടിച്ചു. ഒരു ഒറ്റക്കുതിര വലിക്കുന്ന വണ്ടിയിൽ ഞങ്ങൾ യാത്രയായി. ആ യാത്ര അരമണിക്കൂർ നീണ്ടു. ഞങ്ങൾ കുടുങ്ങിയും അല്ലാതെ ഞരങ്ങിയുമാണ് പോയിക്കൊണ്ടിരുന്നത്. എവിടെയാണെന്നറിയാൻ ജനലിലൂടെ ഞാൻ തല പുറത്തേക്കിട്ടു. എന്നാൽ കണ്ണാടി മഞ്ഞുകൊണ്ട് മൂടിയിരുന്നു. ഒടുവിൽ എന്തായിരുന്നാലും റോഡിലെ ചാട്ടം നിലച്ചു. പകരം ചരലിലൂടെ മന്ദമായിട്ടുള്ള ഓട്ടമായിരുന്നു. പിന്നെ വണ്ടി നിന്നു. കേണൽ ലിസാണ്ടർ സ്റ്റാർക്ക് ചാടി ഇറങ്ങി. എന്നിട്ട് അയാളുടെ പുറകെ ഇറങ്ങിയ എന്നെ മുമ്പിൽ തുറന്നു കിടന്നിരുന്ന ഒരു വരാന്തയിലേക്ക് പിടിച്ചു വലിച്ചു. ആ വീട്ടിനുള്ളിൽ കനത്ത ഇരുട്ടായിരുന്നു. കേണൽ തീപ്പെട്ടിക്കോലിന് വേണ്ടി തപ്പുന്നത് കണ്ടു. പിന്നെ ശ്വാസമടക്കി പിറുപിറുക്കുന്നത് കേട്ടു. പെട്ടെന്ന് മറുവശത്ത് ഒരു വാതിൽ തുറന്നു. തലയ്ക്ക് മീതെ ഉയർത്തിപ്പിടിച്ച വിളക്കുമായി ഒരു സ്ത്രീ കടന്നു വന്നു. അവളുടെ മുഖം മുന്നോട്ട് തള്ളി ഞങ്ങൾ സൂക്ഷിച്ചു നോക്കി. അവൾ സുന്ദരിയാണെന്ന് കാണാമായിരുന്നു. ചോദ്യം ചോദിക്കുന്ന സ്വരത്തിൽ വിദേശ ഭാഷയിൽ അവൾ ചില വാക്കുകൾ ഉച്ചരിച്ചു. എൻ്റെ സ്നേഹിതൻ അതിനെ മറുപടി കൊടുത്തപ്പോൾ ഞെട്ടിപ്പോയ അവളുടെ കയ്യിൽ നിന്നും വിളക്ക് താഴെ വീണു. അങ്ങനെയാണ് എനിക്ക് അന്ന് തോന്നിയത്. കേണൽ സ്റ്റാർക്ക് അവളുടെ അടുത്ത് ചെന്ന് ചെവിയിൽ എന്ത് പിറുപിറുത്തു. പിന്നെ വന്ന മുറിയിലേക്ക് തന്നെ അവളെ തള്ളിവിട്ടു. അയാൾ വീണ്ടും എൻ്റെ അടുത്തേക്ക് വിളക്കും കയ്യിലേന്തി വന്നു. ഈ മുറിയിൽ അല്പനിമിഷം കാത്തിരിക്കാൻ കനിവുണ്ടാകണം. മറ്റൊരു വാതിൽ തുറന്നുകൊണ്ട് അയാൾ പറഞ്ഞു. നന്നായി അലങ്കരിച്ച ഒരു ചെറിയ മുറിയായിരുന്നു അത്. നടുക്കുണ്ടായിരുന്ന വട്ടമേശയിൽ അനേകം ജർമ്മൻ പുസ്തകങ്ങൾ ചിതറിക്കിടന്നിരുന്നു. നിശബ്ദത നിറഞ്ഞ ഒരു വീടായിരുന്നു അത്. എവിടെയോ നിന്ന് ഒരു പഴയ ക്ലോക്ക് ഉറക്കെ ഉണ്ടാക്കിയിരുന്ന ടിക് ടിക് ശബ്ദം ഇല്ലായിരുന്നുവെങ്കിൽ അവിടമാകെ ശ്മശാന നിശബ്ദമായി നിന്നിരുന്നേനെ. അവിടത്തെ തികഞ്ഞ നിശബ്ദതയിൽ നിന്നും ഞങ്ങളൊരു ഗ്രാമത്തിലാണെന്ന് തീർച്ചയായിരുന്നു. എൻ്റെ 50 ഗിനി വളരെ കഷ്ടപ്പെട്ടാണ് സമ്പാദിക്കുന്നത് എന്ന വിശ്വാസത്തിൽ ചെറിയൊരു മൂളിപ്പാട്ടുമായി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു.
പെട്ടെന്ന് തീരെ ഒച്ചയില്ലാതെ ആ വാതിൽ പതുക്കെ എൻ്റെ മുമ്പിൽ തുറന്നു. അവിടെ ആ സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു. ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾ ഭയം കൊണ്ട് വിളറിയിരിക്കുകയാണെന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞു. വിറയ്ക്കുന്ന വിരലുയർത്തി നിശബ്ദമായിരിക്കാൻ അവൾ എനിക്ക് മുന്നറിയിപ്പ് നൽകി. എന്നിട്ട് മുറി ഇംഗ്ലീഷിൽ ചില വാക്കുകൾ എൻ്റെ നേരെ പിറുപിറുത്തു. ഞാൻ പോകും, അവൾ പറഞ്ഞു. അസ്വസ്ഥതയോടെ അവൾ തുടർന്നു. എനിക്ക് പോകണം. ഞാനിവിടെ താമസിച്ചുകൂടാ. നിങ്ങൾക്ക് നന്മ ചെയ്യാനൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ വന്ന കാര്യം ഇതുവരെയും ചെയ്തിട്ടില്ല. യന്ത്രം കാണാതെ എനിക്ക് പോകാനും സാധ്യമല്ല. കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലതിനല്ല, അവൾ പറഞ്ഞു. നിങ്ങൾക്ക് വാതിലൂടെ പോകാം, ആരും തടുക്കില്ല. പിന്നെ അവൾ കൈകൾ കൂട്ടിപ്പിടിച്ച് പറഞ്ഞു, വൈകുന്നതിന് മുമ്പ് ദൈവത്തെ ഓർത്ത് ഇവിടെ നിന്ന് കടന്നു പോകൂ. 50 ഗിനി ഫീസിനെക്കുറിച്ചും തളർന്ന യാത്രയെക്കുറിച്ചും എൻ്റെ മുന്നിലുള്ള അസുഖകരമായ രാത്രിയെക്കുറിച്ചും ഞാൻ ഓർത്തു. അതെല്ലാം വെറുതെയാവാനോ? എൻ്റെ ചുമതല നിർവഹിക്കാനാവാതെ, എനിക്ക് അവകാശപ്പെട്ട ഫീസ് വാങ്ങാതെ ഞാൻ ഒളിച്ചു മാറുന്നത് എന്തിന്? നിക്ഷേപഭാവത്തോടെ തലയാട്ടിക്കൊണ്ട് ഞാൻ എവിടെയോ അവിടെ നിൽക്കുമെന്നുള്ള എൻ്റെ ഉദ്ദേശം പ്രഖ്യാപിച്ചു. അവളുടെ അഭ്യർത്ഥന ആവർത്തിക്കാൻ തുടങ്ങവേ മുകളിലെ വാതിൽ തുറക്കുന്നത് കേട്ടു. ഒരു നിമിഷം ശ്രദ്ധിച്ച ശേഷം ഒച്ചയില്ലാതെ പെട്ടെന്ന് അവൾ അപ്രത്യക്ഷമായി. കേണൽ ലിസാണ്ടർ സ്റ്റാർക്കും മിസ്റ്റർ ഫെർഗൂസൺ എന്ന് അയാൾ പരിചയപ്പെടുത്തിയ ഒരുവനുമായിരുന്നു പുതുതായി വന്നവർ. ഇതെൻ്റെ സെക്രട്ടറി മാനേജറുമാണ്, കേണൽ പറഞ്ഞു. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം, അയാൾ പറഞ്ഞു. മിസ്റ്റർ ഫെർഗൂസണും ഞാനും യന്ത്രം കാണിക്കാൻ നിങ്ങളെ കൊണ്ടുപോകും. ആ യന്ത്രത്തിന് എന്താണ് കേടെന്നറിഞ്ഞേ ഞങ്ങളോടത് പറയുകയേ നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ. ഞങ്ങൾ മുകളിലത്തെ മുറിയിലേക്ക് ഒന്നിച്ചു പോയി. കേണൽ മുമ്പിൽ വിളക്കുമായി, തടിയൻ മാനേജറും ഞാനും പിന്നാലെ. പഴയ വീടിൻ്റെ വളഞ്ഞു ഇടനാഴികളും നടപ്പാതകളും ചെറിയ താഴ്ന്ന വാതിലുകളും ഇടുങ്ങി വളഞ്ഞ കോണിപ്പടികളും കടന്ന് മുകളിലത്തെ നിലയിലെത്തി. കുമ്മായം അടന്നു വീഴുന്ന ഭിത്തിയിലെ വിള്ളലിൽ നിന്നും പച്ചപ്പൂപ്പൽ വളരുന്നുണ്ടായിരുന്നു. കേണൽ ലിസാണ്ടർ സ്റ്റാർക്ക് ഒടുവിൽ ഒരു ചെറിയ വാതിന് മുമ്പിൽ നിന്നു. അത് തുറന്നു. ചെറിയ ചതുരത്തിലുള്ള ആ മുറിയിൽ ഒരേ സമയം കഷ്ടിച്ച് മാത്രമേ ഞങ്ങൾക്ക് മൂവർക്കും കടക്കാൻ കഴിഞ്ഞുള്ളൂ. കേണൽ എന്നെ അകത്തേക്ക് നയിച്ചു. നാം ഇപ്പോൾ വാസ്തവത്തിൽ ഹൈഡ്രോളിക് പ്രസ്സിനുള്ളിലാണ്. ഈ ചെറിയ മുറിയുടെ മച്ച് സത്യത്തിൽ താഴേക്കുള്ള പിസ്റ്റണിൻ്റെ അറ്റമാണ്. അനേക ടൺ ശക്തിയോടെ അത് ഈ ലോഹത്തറയിൽ വന്നു പതിക്കുന്നു. അവിടെ ചെറിയ ജലസംഭരണികളുണ്ട്. അതാണ് മർദ്ദം സ്വീകരിക്കുന്നത്. യന്ത്രം പ്രവർത്തിക്കുമ്പോൾ എന്തോ തടസ്സപ്പെടുന്നുണ്ട്. തന്നെയല്ല, അതിൻ്റെ പഴയ ശക്തിയിൽ കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ദയവായി അതൊന്ന് പരിശോധിച്ച് എങ്ങനെ ശരിയാക്കാമെന്ന് ഒന്ന് കാണിച്ചു തരൂ. അയാളുടെ കയ്യിൽ നിന്ന് വിളക്ക് വാങ്ങി ഞാൻ യന്ത്രം പൂർണ്ണമായി പരിശോധിച്ചു. സത്യത്തിൽ അതൊരു ഭീമാകാരമായിരുന്നു. വേണ്ടത്ര മർദ്ദം പുറപ്പെടുവിക്കാൻ കഴിവുള്ള ഒന്ന്. പുറത്തേക്ക് കടന്നപ്പോൾ എന്തായാലും ഞാൻ അതിനെ നിയന്ത്രിച്ചിരുന്ന ഉത്തോലകം അമർത്തി. അതിനൽപ്പം ലീക്കുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അതിനാലാണ് പാർശ്വത്തിലുള്ള സിലിണ്ടറുകളുടെ വെള്ളം അല്പാൽപ്പം കവിഞ്ഞൊഴുകിക്കൊണ്ടിരുന്നത്. പരിശോധനയിൽ നിന്നും മർദ്ദം ക്ഷയിക്കാനുള്ള വ്യക്തമായ കാരണം ഞാൻ കണ്ടെത്തി. അത് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് വിശദീകരിച്ചു കൊടുത്തു. എൻ്റെ അഭിപ്രായങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേട്ട അവർ അതെങ്ങനെ നേരെയാക്കണമെന്നതിനെക്കുറിച്ച് അനേകം പ്രായോഗിക ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു. അതെല്ലാം വ്യക്തമാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ യന്ത്രത്തിൻ്റെ പ്രധാന മുറിയിലേക്ക് പോയി. സൂക്ഷ്മ പരിശോധന തുടങ്ങി. ഒറ്റ നോട്ടത്തിൽ തന്നെ ഫുള്ളർ എർത്തിനെക്കുറിച്ചുള്ള കഥയൊക്കെ വെറും കപട സൃഷ്ടിയാണെന്ന് വ്യക്തമായിരുന്നു. കാരണം അത്രമാത്രം ശക്തിയുള്ള ഒരു യന്ത്രം അതിനിസ്സാരമായ ഒരാവശ്യത്തിന് ഉപയോഗിക്കുമെന്ന് വിചാരിക്കുന്നത് വിഡ്ഢിത്തമായിരുന്നു. ഭിത്തി കൽമരം കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. എന്നാൽ തറ ഒരു വലിയ ഇരുമ്പ് തകിടായിരുന്നു. ലോഹത്തിൻ്റെ തരികൾ അതിൻ്റെ മേൽ അടിഞ്ഞുകൂടിയിരുന്നതായി പരിശോധനയിൽ ഞാൻ കണ്ടു. അയാൾ പറഞ്ഞ തരത്തിലുള്ള വലിയൊരു കഥ കൊണ്ട് എന്നെ പറ്റിക്കുന്നതിൽ എനിക്ക് ദേഷ്യം തോന്നി. നിങ്ങളുടെ ഫുള്ളേഴ്സ് എർത്ത് ഞാൻ ആസ്വദിക്കുകയായിരുന്നു. ഇത് എന്തിനാണ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നതെന്ന് വ്യക്തമായി അറിഞ്ഞിരുന്നെങ്കിൽ യന്ത്രത്തെ സംബന്ധിച്ച് കൂടുതൽ നല്ല ഉപദേശം തരാൻ എനിക്ക് കഴിഞ്ഞേനെ, ഞാൻ പറഞ്ഞു.
പറഞ്ഞു കഴിഞ്ഞ നിമിഷം തന്നെ അയാളുടെ മുഖത്ത് കടുത്ത വിദ്വേഷത്തിൻ്റെ ഒരു പ്രകാശം തിളങ്ങി. കൊള്ളാം, അയാൾ പറഞ്ഞു. നിങ്ങൾക്ക് യന്ത്രത്തെക്കുറിച്ച് എല്ലാം അറിയാം. ഒരടി പിറകോട്ട് മാറി ആ ചെറിയ വാതിൽ വലിച്ചടച്ചിട്ട് അയാൾ ചാവി പഴുതിലിട്ട് തിരിച്ചു. ഞാൻ അതിന് നേരെ ഓടി. എന്നിട്ട് ആ പിടിയിൽ വലിച്ചു. പക്ഷേ അത് വളരെ ഉറപ്പുള്ളതായിരുന്നു. എൻ്റെ ചവിട്ടും തൊഴിയും ഒന്നും കൊണ്ട് അത് അനങ്ങിയിട്ടില്ല. ഞാൻ നിലവിളിച്ചു, കേണൽ, എന്നെ പുറത്തു വിടൂ. ഞാൻ പേടിച്ചരണ്ടു പോയി. അയാൾ എഞ്ചിൻ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. ആ കറുത്ത മച്ച് എൻ്റെ നേരെ പതുക്കെ താഴ്ന്നു വരുന്നത് ഞാൻ കണ്ടു. ശക്തിയോടെ 1 മിനിറ്റിനകം അത് എന്നെ ഞെരിച്ച് കുഴമ്പാക്കാൻ പോകുന്നു. നിലവിളിച്ചുകൊണ്ട് വാതിലിനരികെ ചാടി ഞാൻ നഖം കൊണ്ട് കൂട്ടിൽ മാന്തി. പിന്നെ വെളിയിൽ വിടാൻ കേണലിനോട് ഞാൻ അപേക്ഷിച്ചുവെങ്കിലും നിർദ്ധയമായ ഉത്തോലകത്തിൻ്റെ ചിലമ്പൽ ശബ്ദം എൻ്റെ കരച്ചിലിനെ മുക്കിക്കളഞ്ഞു. മച്ചൻ്റെ തലയിൽ നിന്ന് കഷ്ടിച്ച് 1-2 അടി മാത്രം മുകളിലായി. തറയും മച്ചും ഇരുമ്പ് കൊണ്ടായിരുന്നുവെങ്കിലും വാതിലുകൾ തടി കൊണ്ടായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അവസാനമായ തിടുക്കത്തിൽ ചുറ്റിനും ഞാനൊന്ന് നോക്കിയപ്പോൾ 2 പലകകൾക്കിടയിലൂടെ ഒരു നേരിയ പ്രകാശരശ്മി കണ്ടു. മരണത്തിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരു കതക് അവിടെയുണ്ടെന്ന് സത്യത്തിൽ ഒരു നിമിഷത്തേക്ക് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ അതിലൂടെ ഒരു വിധത്തിൽ ആണ്ടുകടന്നു. എന്നിട്ട് മറുവശത്ത് പകുതി പ്രജ്ഞയോടെ വീണു. എൻ്റെ കൈ ആരോ ഉന്മത്തമായി പിടിച്ചു വലിച്ചപ്പോൾ ബോധം വീണ്ടും കിട്ടി. അപ്പോൾ ഇടുങ്ങിയ ഇടനാഴിയിലെ കല്ലുതറയിൽ ഞാൻ കിടക്കുന്നതാണ് കണ്ടത്. വലത് കൈയിൽ മെഴുകുതിരി പിടിച്ച് കുനിങ്ങി ഇടത് കൈകൊണ്ട് എന്നെ വലിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. നേരത്തെ മുന്നറിയിപ്പ് നൽകിയ ആ നല്ല സ്നേഹിതയായിരുന്നു അത്. വരൂ വരൂ, ശ്വാസമടക്കി അവൾ അപേക്ഷിച്ചു. നിമിഷത്തിനകം അവരിവിടെ എത്തും. അവർ നിങ്ങളെ ഇല്ലാതാക്കും. ഞാൻ വേച്ച് അവളുടെ പിമ്പെ ഇടനാഴിയിലൂടെ ചെന്ന് ഒരു പിരിയൻ ഗോവണി ഓടിയിറങ്ങി. വിശാലമായ വലിയൊരു വഴിയിലേക്കാണ് അത് നയിച്ചത്. ഞങ്ങൾ അവിടെ എത്തിയ ഉടൻ ഓടുന്ന കാലടികളുടെ ശബ്ദം കേട്ടു. എൻ്റെ വഴി കാട്ടി നിന്നു. പിന്നെ അവർ ഒരു വാതിൽ തള്ളി തുറന്നു. അതൊരു കിടക്കമുറിയായിരുന്നു. അതിൻ്റെ ജനലിലൂടെ ചന്ദ്രൻ പ്രകാശിക്കുന്നത് കാണാമായിരുന്നു. അവൾ പറഞ്ഞു, അത് ഉയരത്തിലാണ്, പക്ഷേ നിങ്ങൾക്കത് ചാടാൻ കഴിഞ്ഞേക്കും. അവർ ഇത് പറഞ്ഞപ്പോഴേക്കും ആ ഇടനാഴിയിലൂടെ അങ്ങേ തലയ്ക്കിൽ നിന്ന് ഒരു കൈയിൽ റാന്തലുമായി കേണൽ ലിസാണ്ടർ മുന്നോട്ടായുന്നത് ഞാൻ കണ്ടു. അയാളുടെ മറുകൈയിൽ കശാപ്പുകാരൻ്റേതുപോലെയുള്ള ഒരു ആയുധമുണ്ടായിരുന്നു. കിടക്കമുറിയിലൂടെ കടന്ന് ഞാൻ ജനൽ തള്ളി തുറന്ന് പുറത്തേക്ക് നോക്കി. ചന്ദ്രപ്രകാശത്തിൽ ആ ഉദ്യാനം ശാന്തവും മധുരവും പൂർണ്ണവുമായി തോന്നി. 30 അടിയിലേറെ താഴെയായിരിക്കണം അത്. ഞാൻ ജനലടിയിൽ പിടിച്ചു കയറി, പക്ഷെ ചാടാൻ മടിച്ചു. അയാൾ വാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. അവളെ തട്ടിക്കടന്നു. പക്ഷേ അവൾ അയാളെ വട്ടം പിടിച്ചു നിൽക്കുവാൻ ശ്രമിച്ചു. അവളുടെ പിടി വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ അലറി, നീ നാശമുണ്ടാക്കും. അയാൾ വേണ്ടലധികം കണ്ടു. എന്നെ വിടാനാണ് പറഞ്ഞത്. അയാൾ അവളെ ഒരു വശത്തേക്ക് തള്ളി മാറ്റി. എന്നിട്ട് ജനാലയുടെ അടുത്തേക്ക് പാഞ്ഞു വന്ന് ആ കനത്ത ആയുധം കൊണ്ട് എന്നെ വെട്ടി. വല്ലാത്ത വേദന തോന്നിയതും പിടുത്തം വിട്ട് ഞാൻ താഴത്തെ തോട്ടത്തിലേക്ക് വീണതും എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എഴുന്നേറ്റ് കഴിവുള്ളത്ര വേഗം കുറ്റിച്ചെടികൾക്കിടയിലൂടെ ഞാൻ ഓടി. കാരണം അപകടത്തിൽ നിന്ന് ഞാൻ അപ്പോഴും അകലെയല്ലെന്ന് എനിക്കറിയാമായിരുന്നു. പെട്ടെന്ന് മാരകമായ തളർച്ചയും ക്ഷീണവും എനിക്ക് തോന്നി. കഠിനമായി വേദനിക്കുന്ന കൈയിലേക്ക് ഞാൻ നോക്കി. അപ്പോഴാണ് തള്ളവിരൽ മുറിഞ്ഞു പോയതും രക്തം ഒഴുകുന്നതും ഞാൻ ആദ്യമായി കണ്ടത്. കൈലേസ് അതിന് ചുറ്റും കെട്ടാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ അടുത്ത നിമിഷം ബോധം കെട്ടി ഞാൻ റോസാ ചെടികൾക്കിടയിലേക്ക് വീണു. എത്ര നേരം അവിടെ ഇങ്ങനെ അബോധാവസ്ഥയിൽ കഴിഞ്ഞുവെന്ന് എനിക്ക് പറയാൻ വയ്യ. ബോധം വീണപ്പോൾ പ്രഭാതം പൊട്ടിപ്പടരുകയായിരുന്നു. എൻ്റെ വസ്ത്രം മുഴുവൻ മഞ്ഞു വീണ് നനഞ്ഞിരുന്നു. വിരലിലെ മുറിവിൽ നിന്നുള്ള രക്തം കൊണ്ട് കോട്ടിൻ്റെ കൈയാകെ കുതിർന്നിരുന്നു. ഞാൻ ചാടി എണീറ്റു. എന്നാൽ ചുറ്റും നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അവിടെ എങ്ങും വീടോ തോട്ടമോ കാണാനില്ലായിരുന്നു. റോഡിനോട് ചേർന്ന് ഒരു വേലിയുടെ അരികിലാണ് ഞാൻ കിടന്നിരുന്നത്. അല്പം താഴെയായി ഒരു നീണ്ട കെട്ടിടമുണ്ടായിരുന്നു.
അടുത്ത് ചെന്നപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ വന്നിറങ്ങിയ സ്റ്റേഷൻ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. പകുതി മയക്കത്തിൽ ഞാൻ സ്റ്റേഷനിലേക്ക് പോയി. രാവിലത്തെ തീവണ്ടിയെക്കുറിച്ച് തിരക്കി. 1 മണിക്കൂറിനകം റീഡിങ്ങിലേക്ക് ഒരു തീവണ്ടി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പോലീസിനോട് എൻ്റെ കഥ പറയുന്നതിന് മുമ്പ് എൻ്റെ മുറിവ് ഡ്രസ്സ് ചെയ്യിക്കാൻ ഈ ഡോക്ടർ സന്മനസ് കാട്ടി. എൻ്റെ കേസ് ഞാൻ നിങ്ങളുടെ കയ്യിൽ സമർപ്പിച്ചു. ഇനി നിങ്ങൾ പറയും പോലെ ചെയ്തു കൊള്ളാം. ഞങ്ങൾ രണ്ടുപേരും ഈ അസാധാരണ വിവരം കേട്ട് കുറേ നേരം നിശബ്ദമായി ഇരുന്നു പോയി. പിന്നെ ഷെർലക് ഹോംസ് ഷെൽഫ് വലിച്ച് തൻ്റെ കട്ടിങ്ങുകൾ വയ്ക്കാറുള്ള തടിയൻ ബുക്കെടുത്തു. ഇതാ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു പരസ്യം, അദ്ദേഹം പറഞ്ഞു. 1 വർഷം മുമ്പ് അതെല്ലാം പത്രങ്ങളിലും വന്നിരുന്നു. ഇത് ശ്രദ്ധിക്കൂ. 9-ാം തീയതി മുതൽ കാണാനില്ല. ജെറമിയ ഹെയ്ലിംഗ്, 26 വയസ്സ്, ഒരു ഹൈഡ്രോളിക് എഞ്ചിനീയർ. രാത്രി 10 മണിക്ക് താമസ സ്ഥലം വിട്ടതിൽ പിന്നീടെങ്ങും കേൾക്കാനില്ല. വേഷം. ഇതിനു മുമ്പ് കേണലിന് തൻ്റെ യന്ത്രത്തിൻ്റെ കേടുപാട് പോക്കേണ്ടിയിരുന്ന സന്ദർഭം അതായിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നു. ദൈവമേ, എൻ്റെ രോഗി നിലവിളിച്ചു. എന്നാൽ അതാണ് പെണ്ണ് പറഞ്ഞതിനർത്ഥം. സംശയമില്ല, ആ കേണൽ നിർവികാരനും അതിക്രൂരനുമായ മനുഷ്യനാണെന്ന് വ്യക്തമാണ്. തൻ്റെ കളിയിൽ തടസ്സമായി ഒരുവനും നിൽക്കരുതെന്ന് ഇയാളും തീർത്ത് ഉറച്ചിരുന്നു. ഈ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അതിനാൽ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നുവെങ്കിൽ നമുക്ക് സ്കോട്ട്ലൻഡ് യാർഡിലേക്ക് ഉടനെ പോകാം. ഐഫോർഡിലേക്ക് തിരിയുന്നതിന് പ്രാരംഭമായി. ഏതാണ്ട് 3 മണിക്കൂർ മറ്റോ കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് റീഡിങ്ങിൽ നിന്നും ബാർക്ക് ഷെയറിൽ കൊച്ചു ഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടി ഒരു തീവണ്ടിയിലായി. ഷെർലക് ഹോംസ് ഹൈഡ്രോളിക് എഞ്ചിനീയർ, സ്കോട്ട്ലൻഡ് യാർഡിൽ ഇൻസ്പെക്ടർ ബാഡ്സ്ട്രീറ്റ്, ഒരു വെള്ള വസ്ത്രം ധരിച്ചയാൾ, പിന്നെ ഞാനും. ഞങ്ങളുടെ മുമ്പിലെ സീറ്റിൽ ഒരു ഭൂപടം നിവർത്തി വെച്ചിട്ട് ഐഫോർഡിൻ്റെ മധ്യസ്ഥാനം കണ്ടുപിടിക്കാനായി കോമ്പസ് കൊണ്ട് ഒരു വൃത്തം വരയ്ക്കുന്ന തിരക്കിലായിരുന്നു ബാഡ്സ്ട്രീറ്റ്. ആ വരയ്ക്കരികിൽ എവിടെയോ ആണ് നമുക്ക് കണ്ടെത്തേണ്ട സ്ഥലം. 10 മൈലെന്നല്ലേ സർ നിങ്ങൾ പറഞ്ഞത്? അതെ, ശരിക്കും 1/2 മണിക്കൂർ ഓട്ടമുണ്ടായിരുന്നു. സംശയങ്ങളെല്ലാം നമുക്കുടനെ തീർക്കാം, ബാഡ്സ്ട്രീറ്റ് പറഞ്ഞു. ഞാനെൻ്റെ വൃത്തം വരച്ചു. ഏത് സ്ഥാനത്താണ് നാം അന്വേഷിക്കുന്ന ആൾക്കാരെ കാണാനൊക്കുന്നതെന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. വിരൽ തൊട്ട് കാണിക്കാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നു, ഹോംസ് പതുക്കെ പറഞ്ഞു. അദ്ദേഹം തൻ്റെ ആ വൃത്തത്തിന് നടുക്ക് വെച്ച് ഇവിടെയാണ് നമുക്കവർ കാണാൻ കഴിയുക എന്ന് പറഞ്ഞു. എന്നാൽ 12 മൈൽ യാത്രയോ? ഹാദർലി ചോദിച്ചു. തീർച്ചയായും, അത് കൗശലമായിരുന്നു, ബാഡ്സ്ട്രീറ്റ് ആലോചിച്ചു കൊണ്ട് പറഞ്ഞു. ഈ സംഘത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഒരു സംശയത്തിനും കാര്യമില്ല, ഒട്ടുമില്ല, ഹോംസ് പറഞ്ഞു. അവർ വലിയ തോതിലുള്ള നാണയമടിക്കാരാണ്. വെള്ളിയുടെ സ്ഥാനത്ത് ആ യന്ത്രം ഉപയോഗിച്ച് ലോഹര സങ്കരമുണ്ടാക്കിയിരുന്നു. കുറേ നാളായി ഒരു വിദഗ്ധ സംഘം ഈ പണി ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നു, ഇൻസ്പെക്ടർ പറഞ്ഞു. 1000കണക്കിന് അര-ക്രൗൺ നാണയങ്ങൾ അവർ അടിക്കാറുണ്ടായിരുന്നു. അവർ എല്ലാ തെളിവുകളും മറച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്കവരെ കൈയോടെ പിടികൂടാനാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ഇൻസ്പെക്ടർക്ക് തെറ്റിയിരുന്നു. കാരണം ആ കുറ്റവാളികൾ നീതിയുടെ കരങ്ങളിൽ പതിക്കാൻ വിധിക്കപ്പെട്ടവരായിരുന്നില്ല. ഞങ്ങൾ ഐഫോർഡ് സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ അടുത്ത പ്രദേശത്തെ ഒരു മരക്കൂട്ടത്തിന് പിന്നിൽ നിന്നും ഉയർന്നു പോകുന്ന ഭീമാകാരം പൂണ്ട പുകച്ചുരുൾ ഞങ്ങൾ കണ്ടു. ആ വീടിന് തീ പിടിച്ചുവോ? തീവണ്ടി അതിൻ്റെ വഴിക്ക് ഓട്ടം തുടർന്നപ്പോൾ ബാഡ്സ്ട്രീറ്റ് ചോദിച്ചു. ഉവ്വ് സാർ, സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു. എപ്പോഴാണത് തുടങ്ങിയത്? ഇന്നലെ രാത്രിയാണെന്നാണ് ഞാൻ കേട്ടത്. പക്ഷേ അതൊക്കെ നാശമായി. ആ സ്ഥലമാകെ കത്തിച്ചാമ്പലായി. ഞങ്ങൾ ആ തീ കണ്ട ഭാഗത്തേക്ക് കുതിച്ചു. പൊക്കം കുറഞ്ഞ ഒരു കുന്നിൻ മുകളിലേക്കാണ് ആ റോഡ് ഞങ്ങളെ എത്തിച്ചത്. മുമ്പിൽ വെള്ളപൂശിയ വലിയ ഒരു കെട്ടിടമുണ്ടായിരുന്നു. അതിൻ്റെ ഓരോ വിള്ളലിൽ നിന്നും ജനലിൽ നിന്നും തീ ഉയർന്നുകൊണ്ടിരുന്നു. ഇതാണത്, തീവ്രമായ അമ്പരപ്പോടെ ഹാദർലി വിളിച്ചു പറഞ്ഞു. അതാണ് ആ ചരൽ വഴി. അതാ ഞാൻ കിടന്ന സ്ഥലത്തെ റോസാ ചെടികൾ. ആ 2ാമത്തെ ജനലിൽ നിന്നാണ് ഞാൻ ചാടിയത്, ഹോംസ് പറഞ്ഞു. ശരി, കുറഞ്ഞപക്ഷം അവരോടുള്ള നിങ്ങളുടെ പ്രതികാരവും ഫലവത്തായി. നിങ്ങളുടെ എണ്ണവിളക്ക് പ്രസ്സിൽ
തകർന്നപ്പോൾ തടി ഭിത്തിയിൽ തീപിടിച്ചതാണ് എന്നുള്ളതിൽ സംശയമില്ല. എന്നാൽ നിങ്ങളുടെ പിമ്പെ ഓടി നടന്ന അവർക്ക് അത് കാണാൻ കഴിഞ്ഞില്ല. ഈ ആൾക്കൂട്ടത്തിനിടയിൽ ഇന്നലെ രാത്രിയിലെ കൂട്ടുകാരെ കാണാൻ കണ്ണു തുറന്നു പിടിച്ചോളൂ. പക്ഷെ അവർ 100 മൈല് അകലെയാണെങ്കിലും എത്തിയിരിക്കുമെന്നാണ് എൻ്റെ ശങ്ക. ഹോംസിൻ്റെ ആശങ്ക ശരിയാണെന്ന് തെളിഞ്ഞു. കാരണം അന്ന് മുതൽ ഇന്ന് വരെ ആ സുന്ദരിയ സ്ത്രീയെക്കുറിച്ചോ കുടിലായ ജർമ്മൻകാരനെക്കുറിച്ചോ ഒറ്റ വാക്കും കേൾക്കാൻ കഴിഞ്ഞില്ല. അന്ന് വളരെ വെളുപ്പിനെ ഒരു കൃഷിക്കാരൻ ഒരു വണ്ടി കണ്ടു. പല ആൾക്കാരും കുറേ തടിച്ച വലിയ പെട്ടികളും അതിലുണ്ടായിരുന്നു. റീഡിങ്ങിലേക്ക് വേഗം ഓടിച്ചു പോവുകയായിരുന്നു അത്. പക്ഷേ ആ കിട്ടാപ്പുള്ളികളെ സംബന്ധിച്ച എല്ലാ സൂചനകളും അവിടെ അവസാനിച്ചു. ചില കുടിലുകൾ ഒഴികെ ഞങ്ങളുടെ സുഹൃത്തിന് വിലപ്പെട്ട നഷ്ടം വരുത്തിയ ആ യന്ത്രത്തിൻ്റെ പൊടി പോലും കാണാൻ കഴിഞ്ഞില്ല. നിക്കലും ഈയവും പുറത്തെ ഒരു കെട്ടിടത്തിൽ കൂട്ടിവെച്ചിരിക്കുന്നത് കണ്ടു. എന്നാൽ നാണയങ്ങൾ ഒന്നും കണ്ടില്ല. അതായിരുന്നിരിക്കാം ആ തടിയൻ പെട്ടികളിൽ. ലണ്ടനിലേക്ക് ഞങ്ങൾ മടക്കയാത്രയ്ക്ക് സീറ്റ് കരസ്ഥമാക്കിയപ്പോൾ മനസ്താപത്തോടെ എഞ്ചിനീയർ പറഞ്ഞു, അതൊരു നല്ല ജോലിയായിരുന്നു. എനിക്ക് എൻ്റെ വിരലും 50 ഗിനി ഫീസും നഷ്ടപ്പെട്ടു. ഞാൻ എന്തു നേടി? അനുഭവം, ഹോംസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പരോക്ഷമായി അതുകൊണ്ട് നിങ്ങൾക്ക് നേട്ടമുണ്ടാകുമെന്ന് അറിയുക. തുടരും.